ഈ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഓരോ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 90 വയസ്സ് പ്രായമുള്ള അന്ധനായ ഒരു മനുഷ്യൻ ഇത് കേട്ടപ്പോൾ അത് പറഞ്ഞവനോട് ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഞങ്ങൾ അന്നുണ്ടായിരുന്ന വൈദികൻ്റെ സഹായത്തോടെ വലിയൊരു പെട്ടി ആ പാറയുടെ വശത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. ആ അന്ധനായ മനുഷ്യനെയും കൊണ്ട് ആളുകൾ ഈ പാറയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഇവന് കണ്ണ് കാണത്തില്ലായിരുന്നു, അതുകൊണ്ട് അതെവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അവന് പറ്റത്തില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. പക്ഷേ ആ പാറയുടെ അടുക്കിലേക്ക് അവൻ നടന്നു ചെന്നപ്പോൾ അവൻ്റെ കണ്ണിന് കാഴ്ചശക്തി തിരികെ കിട്ടുക. അതിനുശേഷം അവൻ കൃത്യമായി കുഴിച്ചിട്ട സ്ഥലം കാണിക്കുകയും അവിടെ കുഴിച്ചു നോക്കുകയും അവൻ പറഞ്ഞതുപോലെ വലിയ ഒരു ലോഹത്തിൻ്റെ പെട്ടി കിട്ടുകയും അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഭദ്രമായി അവിടെ തന്നെ ഇരിക്കുന്നതാണ് കണ്ടത്. 1602 ഈ പെട്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നതും പരിശുദ്ധ അമ്മയുടെ ഛായാചിത്രം കണ്ടുകിട്ടുകയും അവിടെ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കൾ കാണുകയും ആ ദൈവാലയത്തിൻ്റെ പ്രമാണങ്ങൾ അത് ആരുടെ പക്കലായിരുന്നു, അത് കത്തോലിക്ക വിശ്വാസികളുടേതായിരുന്നു എന്നൊക്കെ പറയുന്ന കൃത്യമായ രേഖകൾ കണ്ടുകിട്ടുകയും 1622 ഈ രേഖകളുടെ ഉടമസ്ഥർക്ക്, അതായത് കത്തോലിക്ക വിശ്വാസികൾക്ക് ഈ സ്ഥലം തിരിച്ചു കൊടുക്കുകയും അവിടെ മരത്തിൻ്റെ ഒരു ദൈവാലയം ആദ്യം ആരംഭിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ മരത്തിൻ്റെ കൊച്ചു ദൈവാലയം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയുടെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ആ ദൈവാലയത്തിലെ കാര്യങ്ങളൊക്കെ മുമ്പ് കാലത്ത് തീരുമാനിച്ചിരുന്നതും ആഘോഷിച്ചിരുന്നതും. അതുകൊണ്ട് ഈ കൊച്ചു ദൈവാലയം പണിതതിന് ശേഷം സെപ്റ്റംബർ 8 ആദ്യത്തെ ആ ദൈവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചരിത്രം പറയുന്നത് 11,000 വിശ്വാസികൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഏതാണ്ട് 80 വർഷത്തോളം ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ കാലികൾ മേഞ്ഞു നടന്നിരുന്ന ഒരു സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ 11,000 വിശ്വാസികൾ ഒരുമിച്ചുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അമ്മയുടെ ആ വലിയ സങ്കടത്തിന് അവിടെ അറുതി വരികയാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ സങ്കടം എന്തായിരുന്നു? അമ്മയുടെ സങ്കടം ഇത്രമാത്രം: എൻ്റെ മകൻ്റെ രക്തം വീണ് വിശുദ്ധമായ സ്ഥലത്ത് കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഇതിനെ വീണ്ടും അൾത്താരയാക്കി മാറ്റും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൊഴുത്തിൽ പിറന്നു വീണുകൊണ്ട് തൊഴുത്തിന് അൾത്താരയാക്കിയവനാണ് നമ്മുടെ രക്ഷകനായ ക്രിസ്തുനാഥൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വെല്ലുവിളിയും നമുക്ക് ഓരോരുത്തർക്കും ഈ ശിലുവായിലെ അമ്മ നമുക്ക് നൽകുന്ന വ്യക്തിപരമായിട്ടുള്ളൊരു സന്ദേശമാണ്. നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അൾത്താരയെ തൊഴുത്താക്കാനല്ല, മറിച്ച് തൊഴുത്തിനെ അൾത്താരയാക്കാൻ.